ഈ ഒരു i20ന്റെ വില നിങ്ങളെ ശരിക്കും ഞെട്ടിക്കും കേട്ടോ. അതായത് അത്രയ്ക്കും ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി, ഡീസൽ സെഡാൻ ഫോർഡ് ഫിയസ്റ്റ ആണ് കേട്ടോ. നല്ല ക്വാളിറ്റി, നല്ല വൃത്തിയുള്ള വണ്ടി. ഇത് ഏതാ ചേട്ടാ മോഡലൊക്കെ? 2012 മോഡൽ. 12 ഓക്കെ. 2012 ഫുൾ ഓപ്ഷൻ വണ്ടിയാണോ? അതായത് ഈ മോഡലിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത്രയും വില കുറച്ച് കിട്ടുന്ന വേറൊരു വണ്ടി ഉണ്ടാവില്ല അല്ലേ? അതും 7 സീറ്റർ ആണ്, അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പിന്നെ നല്ല മൈലേജും ഉണ്ടാവും. റെനോൾട്ട് പോളിഷ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. സിംഗിൾ ഓണർ ആണ് അല്ലേ? നമ്മളിപ്പോൾ 4ാമത്തെ വണ്ടിയാണ് കാണിക്കുന്നത്. 4ാമത്തെ വണ്ടി സിംഗിൾ ഓണർ ആണ് കേട്ടോ. പിന്നെ നമുക്ക് ഇതിന്റെ പ്രൈസ് കൂടി എന്ന് പറഞ്ഞാലോ? ഇത് നമുക്ക് 4,50,000 രൂപ. 4.5 ലക്ഷം രൂപയ്ക്ക്. അതായത് ഇത്രയും ക്ലീൻ വണ്ടി നിങ്ങൾക്ക് 4.5 ലക്ഷം രൂപയ്ക്ക് കിട്ടും. 2014 വണ്ടി. ഇത് 2,25,000 രൂപ. 2,25. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു അൾട്ടോന്റെ പൈസക്ക് ഒരു സെഡാൻ വണ്ടി ഇത്രയും വലിയ വണ്ടി കിട്ടും കേട്ടോ. ശരിക്കും വിലകൾ കൊണ്ട് നിങ്ങളെ ഞെട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ റോയൽ യൂസ്ഡ് കാർസ് വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. അതായത് അത്രയ്ക്കും റേറ്റ് കുറച്ച് അത്രയ്ക്കും ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി വണ്ടികൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരുവിധം എല്ലാ ടൈപ്പ് വണ്ടികളും ഉണ്ട് കേട്ടോ. ലോ ബഡ്ജറ്റ് വണ്ടികളും ഉണ്ട്, കുറച്ച് പ്രൈസ് റേഞ്ച് മാറി അതായത് കൂടി വരുന്ന വണ്ടികളുണ്ട്, SUV ഉണ്ട്, പിന്നെ വളരെ കുറഞ്ഞ റേറ്റിൽ വരുന്ന വണ്ടികളും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അതായത് എക്സാക്ട് ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയാണ് ഇവരുടെ ലൊക്കേഷൻ വരുന്നത്. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ നല്ല വണ്ടികൾ മാക്സിമം, അതായത് നമുക്കിപ്പോൾ മാർക്കറ്റിൽ കിട്ടാവുന്നതിലും വെച്ച് ഏറ്റവും കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് തരും. അതുപോലെ തന്നെ മാക്സിമം ലോണും കാര്യങ്ങളൊക്കെ ചെയ്തു തരും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ആൽബർട്ടേട്ടൻ നമ്മുടെ കൂടെ ഇന്നും ഉണ്ട്. നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും കുറച്ചധികം വണ്ടികളുണ്ടല്ലേ? നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും കഴിഞ്ഞ മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ച പോലെ തന്നെ വേറൊരു കാര്യമുണ്ട്. നമ്മൾ കാണിച്ചിട്ടുള്ള എല്ലാ വണ്ടിയും ഒരെണ്ണം പോലും ബാക്കിയില്ലാണ്ട് ഫുൾ സെയിലാണ്. ബാക്കി ഏകദേശം ഒരു കഴിഞ്ഞ വീഡിയോയിൽ ഒരു 55-60 എണ്ണം നമ്മൾ വീഡിയോയിൽ കണ്ടത് തന്നെ വിറ്റിട്ടുണ്ട്. അതുകൂടാണ്ട് പിന്നെ അതിന് ശേഷം വന്ന കുറച്ച് വണ്ടികളുണ്ട്, അതും വിറ്റുപോയിട്ടുണ്ട്. ഇതിപ്പോ ഒരാഴ്ചയൊക്കെ ആയിട്ട് വന്നിട്ടുള്ള വണ്ടികളാണ് അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. കാരണം നമ്മളൊരു വീഡിയോ വരുന്ന സമയത്ത് ഇവർക്ക് ഒരുപാടധികം ആൾക്കാർ വന്ന ആ വാഹനങ്ങൾ വാങ്ങിക്കുക എന്ന് പറയുന്നത്, അത് വാങ്ങിക്കുന്നതിൻ്റെ ഒരു കാരണം വിലക്കുറവ് തന്നെയായിരിക്കും അല്ലേ? വിലക്കുറവും പിന്നെ നിങ്ങളുടെ ഫോളോവേഴ്സും അതിന്റെയും അല്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ നമ്മുടെ ആൾക്കാർ കാണുന്നു, പക്ഷെ എല്ലായിടത്തുനിന്നും അങ്ങനെ വാങ്ങിച്ചോണമെന്നില്ലല്ലോ. നിങ്ങളുടെ അടുത്തുള്ള വണ്ടികളുടെ ക്വാളിറ്റിയും വിലക്കുറവും കണ്ടു തന്നെയാണ് അല്ലേ? പിന്നെ മാക്സിമം നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് കൊടുക്കുന്നത്. അതെ. അപ്പൊ ഈ ഒരു വീഡിയോയിലും കഴിഞ്ഞ വീഡിയോയൊക്കെ പോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നോക്കിയ വണ്ടികൾ കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് ഇന്നിവിടെ ഒരുപാട് വണ്ടികളുണ്ട്. കഴിഞ്ഞ വീഡിയോനേക്കാളും വില കുറച്ച് വരും അല്ലേ? ഓക്കെ. എന്നാ പിന്നെ നമുക്ക് ഇതിൽ നിന്ന് പറഞ്ഞു തുടങ്ങിയാലോ? തുടങ്ങാം. അപ്പോൾ എന്തായാലും നമ്മുടെ ആദ്യത്തെ വണ്ടി തന്നെ ഡീസൽ സെഡാൻ ഫോർഡ് ഫിയസ്റ്റ ആണ് കേട്ടോ. നല്ല ക്വാളിറ്റി, നല്ല വൃത്തിയുള്ള വണ്ടി. ഇത് ഏതാ ചേട്ടാ മോഡലൊക്കെ? 2012 മോഡൽ. 12 ഓക്കെ. 2012 ഫുൾ ഓപ്ഷൻ വണ്ടിയാണോ? ഫുൾ ഓപ്ഷൻ വണ്ടി. ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും അല്ലേ? AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ വിൻഡോ, സെൻട്രൽ ലോക്ക്, ഇതിങ്ങനെയുള്ള ബേസിക് സാധനങ്ങളൊക്കെ ഉണ്ട്. മെയിൻ ആയിട്ട് പറയേണ്ടത് ഇതിന്റെ ആ ഒരു ബോഡി ക്വാളിറ്റിയാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതിപ്പോ നല്ല വൃത്തിയുണ്ടല്ലോ. ഇത് ഇങ്ങനെ പോളിഷ് ചെയ്ത് വെക്കുന്നതാണോ? പോളിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ ആണല്ലേ? നമ്മൾ റീപെയിന്റ് എന്തെങ്കിലും ഉണ്ട് ഇതിന്റെ മേലെ? വെറും ലൈറ്റ് ടച്ചിങ് കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ഉണ്ടാവുള്ളൂ. അതെ. പിന്നെ ഞാനൊരു കാര്യം പറയാം, ടച്ചിങ് ഇല്ലാത്ത ഒരു വണ്ടി പോലും എവിടെ ഉണ്ടാവില്ല. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഓക്കെ. എന്തായാലും സിംഗിൾ ഓണർ ഫോർഡ് ഫിയസ്റ്റ 11 മോഡൽ, അതായത് കോഴിക്കോട് രജിസ്ട്രേഷൻ വണ്ടിയും കൂടിയാണ് കേട്ടോ. നീറ്റ് വണ്ടി. പിന്നെ എത്ര ഓടിയിട്ടുണ്ട്? ഇത് 1,05,000 കിലോമീറ്റർ. 1,05,000. അതൊക്കെ ജെനുവിൻ ആയി. 95,000 കിലോമീറ്റർ വരെ ഒരു 6 മാസം മുമ്പ് സർവീസ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും ഫോർഡിന്റെ വണ്ടിയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന ക്വാളിറ്റി വണ്ടി. നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 1,60,000 രൂപ കൊടുക്കും. 1,60,000. അത് പ്രൈസ് നെഗോഷ്യബിൾ ആവുമോ? സ്ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം അല്ലേ? ഇതൊക്കെ നിങ്ങൾ 1,60,000 എടുത്താൽ കണ്ണും കൂടി വാങ്ങിക്കോട്ടെ. കാരണം അങ്ങനെ വൃത്തിയുള്ള വണ്ടി നിങ്ങൾക്ക് അത്രയും കാലങ്ങളോളം നിങ്ങൾക്ക് ഉപയോഗിക്കാനും പറ്റും. വേറെ കംപ്ലൈൻസ് ഒന്നും ഉണ്ടാവില്ല. നല്ലോണം ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പം എന്തായാലും അടുത്ത വണ്ടി ലോഡ്ജി. ഇത് ഏതാ മോഡലൊക്കെ? ഇത് 2017 ആണ്. ഓക്കെ. 2017 ഇത് എത്ര ഓടിയിട്ടുണ്ടാവുക? ഇത് 97,000 കിലോമീറ്റർ. 97,000. അതായത് ഈ മോഡലിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത്രയും വില കുറച്ച് കിട്ടുന്ന വേറൊരു വണ്ടി ഉണ്ടാവില്ല അല്ലേ? അതും 7 സീറ്റർ ആണ്, അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പിന്നെ നല്ല മൈലേജും ഉണ്ടാവും. റെനോൾട്ട് ലോഡ്ജി ആണ് കേട്ടോ. 17 90 സംതിങ് ഓടിയിട്ടുണ്ട്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഒന്നുമില്ല. സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ ആണ് അല്ലേ? അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. ഇന്റീരിയറും എക്സ്റ്റീരിയറും ആ കമ്പനി വന്ന സാധനങ്ങളാണ് എല്ലാം. ഇത് ഫുൾ ഓപ്ഷൻ ആണോ? അല്ലല്ല, മിഡിൽ ഓപ്ഷൻ. RXL വണ്ടിയാണ്. പക്ഷെ നല്ല വൃത്തിയുണ്ട് കേട്ടോ. ടയർ ഭാഗങ്ങളൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 60% ഉണ്ട്. കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ല. സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണറുമാണ്. അടിപൊളി. 2017 സിംഗിൾ ഓണർ KL01 തിരുവനന്തപുരം രജിസ്ട്രേഷൻ വണ്ടിയും കൂടിയാണ്. ഒരു റീപ്ലേസ്മെന്റും ഇല്ലല്ലോ അല്ലേ? ഇല്ല, ഒന്നുമില്ല. ഓക്കെ. എന്താ നമുക്ക് പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 4,75,000 രൂപ. 4,75. 2017 20-ന് അടുത്ത് മൈലേജ് കിട്ടുന്ന 7 സീറ്റർ വണ്ടി.
470. പിന്നെ നല്ല വലിയും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. അതെ, 1.5 ലിറ്റർ തന്നെ ഡീസൽ എഞ്ചിൻ അല്ലേ. പിന്നെ റിനോൾട്ടിന്റെ വണ്ടി നല്ല വലിയുള്ള വണ്ടിയാണ്. അതെ, പിന്നെ അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട്. അപ്പൊ എന്തായാലും നോക്കിക്കോളൂ. 470 നമുക്ക് ലോൺ കയറും ഇതില്. ഒരു 3.5 ലക്ഷം രൂപ വരെ ലോൺ കിട്ടും അല്ലേ? ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു 1 ലക്ഷം രൂപേനൊക്കെ അടുത്ത് കാണണം. പ്രൈസിൽ എന്തെങ്കിലും കുറയാനുണ്ടോ? നമ്മൾ ചെറുതായിട്ട് എന്തെങ്കിലും നമ്മള് വീഡിയോയിൽ ഇതിൽ പറയുന്നത് മാക്സിമം നമ്മൾ കുറച്ചിട്ടാ പറയുന്നത്. കാരണം ഒരുപാട് അകലെ നിന്നാണ് ആൾക്കാരൊക്കെ വരുന്നത്. അപ്പൊ നമ്മൾ ഇനി വലിയ ഒരു വേരിയേഷൻ വേണ്ടാന്ന് വെച്ചിട്ട് അടിപൊളി. അപ്പൊ എന്തായാലും മാക്സിമം കുറച്ചാണ് പറയുന്നത്. എന്നിരുന്നാലും നമ്മുടെ വീഡിയോ കണ്ടുവരുന്ന ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ ഡിസ്കൗണ്ട് ചെയ്തു തരും കേട്ടോ. അപ്പൊ എന്തായാലും നോക്കിക്കോളൂ. അടുത്തതായിട്ട് ഒരു ഈക്കോ ഏതാ മോഡല്? ഇത് 2021 ആണ്. ഇത് CNG ഉള്ള വണ്ടിയാണ് അല്ലേ? കമ്പനി CNG ആണ്. ഓക്കെ, പിന്നെ അപ്പോൾ പെട്രോളും CNG മാറി ഉപയോഗിക്കാം. 7 സീറ്റർ ആണ് അല്ലേ? എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ? ഇല്ല, വണ്ടി വന്നോണം തന്നെ ഒന്നും ചെയ്യാത്ത വണ്ടി. ഇത് 21 മോഡലാ? 21 മോഡൽ, അതായത് 18/1/2021 ആണ് കേട്ടോ വണ്ടി വരുന്നത്. അതുപോലെ തന്നെ ടയർ ഭാഗങ്ങളൊക്കെ പുത്തനാണ്. ഇന്റീരിയറൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. ഇത് 5 സീറ്റർ AC ആണോ? 7 സീറ്റർ. അപ്പോൾ AC വരില്ലല്ലോ? AC ഉണ്ടോ? 7 സീറ്ററിൽ AC വരുന്നുണ്ട്. ഓ, അടിപൊളി. അപ്പോൾ എന്തായാലും പേടിക്കണ്ട കേട്ടോ. 7 സീറ്റർ പേപ്പറിലും ഉണ്ട്. അതുപോലെ തന്നെ AC കാര്യങ്ങളൊക്കെ ഉണ്ട്. വെയിലൊക്കെയാണ്, AC ഇല്ലാണ്ട് പറ്റൂല എന്തായാലും നമ്മുടെ നാട്ടിലിപ്പോൾ. ഗൾഫ് പോലെ ആയി തുടങ്ങി. എന്തെങ്കിലും ഇത് എത്ര ഓടിയിട്ടുണ്ട്? ഇത് 37,000 കിലോമീറ്റർ. 21 വണ്ടിയാണ് ആലോചിക്കേണ്ട. 37,000 കിലോമീറ്റർ ക്ലീൻ വണ്ടി. AC-യും അല്ല മറ്റേ CNG-യും പെട്രോളും മാറി ഉപയോഗിക്കാം. കമ്പനി CNG ആണ്. ഫ്രണ്ട് 2 പുത്തൻ ടയറും ഉണ്ട് അല്ലേ? സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ. അതെ. എന്താ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 5,25,000 രൂപ. 5,25,000. അത് കുറയാനുണ്ടോ പ്രൈസ്? ചെറുതായിട്ട് എന്തെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, ചെയ്തു കൊടുക്കാം. അല്ലെങ്കിൽ ചെറുതായിട്ട് ചെയ്യാവുന്ന വിലയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, പിന്നെ മാക്സിമം ഒന്ന് നോക്കണം. ചെയ്തു കൊടുക്കാവുന്ന മാക്സിമം ചെയ്യണം. ഒരു 4 മേലെ ലോൺ കയറുമോ? 4.5 ലക്ഷം രൂപ വരെ ലോൺ കിട്ടും. 4.5 വരെ കിട്ടും. അപ്പോൾ ചെറിയൊരു പൈസ മതി കേട്ടോ. 5,25 അല്ലേ പറഞ്ഞത്? 75,000 രൂപ റേഞ്ചിൽ ചെയ്തും കൊടുക്കാം. അതെ. പിന്നെ ഈ ലോൺ പറയുന്നത് ഏറ്റവും ബേസിക് ലോണാണ്. നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള എല്ലാവർക്കും കിട്ടാൻ സാധ്യതകളാണ് പറയുന്നത്. നല്ല പ്രൊഫൈലൊക്കെയാണ് 5-ന് മേലേക്ക് സുഖമായിട്ട് ലോൺ കയറുന്നത്. കാരണം 21 മോഡലും കൂടിയാണ്, അതുകൊണ്ടാണ് അത് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. നല്ല വണ്ടികൾ വേണ്ടവർ. അതുപോലെ തന്നെ ഒരു കേട്ടൻ ഉണ്ടല്ലോ, ഇത് 2014. ഓ, ഞാനും വിചാരിച്ചു 16 എന്ന് പറഞ്ഞാൽ. 2014 മോഡൽ കേട്ടനാണ്. VXI ആണോ? VXI. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ വിൻഡോ വരും. എത്ര ഓട്ടോ ഒക്കെ? സെൻട്രൽ ലോക്ക്. ഇത് 69,000 കിലോമീറ്റർ. 69,000 കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ ആയിരിക്കും അല്ലേ? പിന്നെ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. ബോഡി സൈഡ് നല്ല വൃത്തിയുണ്ട്. പോളിഷ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. സിംഗിൾ ഓണർ ആണ് അല്ലേ? നമ്മളിപ്പോ 4ാമത്തെ വണ്ടിയാണ് കാണിക്കുന്നത്. 4ാമത്തെ വണ്ടിയും സിംഗിൾ ഓണർ ആണ് കേട്ടോ. നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ് എല്ലാം പക്ക വർക്കിംഗ് ആണല്ലോ. എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഉണ്ടോ കേട്ടോ? ഒന്നുമില്ല. ക്ലീൻ വണ്ടി, നല്ല വണ്ടി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നോർമലി വരുന്ന ടച്ചപ്പും കാര്യങ്ങളൊക്കെ ഓഫ് കോഴ്സ് എല്ലാ വണ്ടിക്കും ഉണ്ടാവും. മേജർ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ നോക്കുക. റീപ്ലേസ്മെന്റ് ആയിട്ട് മെയിൻ ഗ്ലാസോ ബോണറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നോക്കിക്കോളൂ. ടയർ ഭാഗങ്ങളാണെങ്കിലും അത്യാവശ്യം ഒരു ഇതൊരു 90% ടയർ ഉണ്ട്. 4 ടയറും നല്ല കട്ടയാണ് കേട്ടോ. നോക്കിക്കോളൂ. ഇനി നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 2,25,000 രൂപ. 2,25,000. 2014 മോഡൽ ഉള്ളതുകൊണ്ടാണ് റേറ്റിൽ ലേശം കയറി വരുന്നത്. സാധാരണ ഒരു 1.5 to 1.80 ഒക്കെയാണ് മോഡൽ വരുന്നത്. പിന്നെ സിംഗിൾ ഓണർ ആണ്, ലോ കിലോമീറ്റർ ആണ്. 2014 മോഡലും കൂടി ഉള്ളതുകൊണ്ട് 2,25,000 അല്ലേ? 2,25,000 കുറയൂലേ? ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് നോക്കിക്കോളൂ. കേട്ടനാണ്. ഇനി അൾട്ടിസ് അല്ലേ? അൾട്ടിസ് ഡീസലാണോ? ഇത് പെട്രോൾ. നിങ്ങൾ കണ്ടപ്പോഴേ തോന്നി. അത്ര വൃത്തി കണ്ടപ്പോൾ പെട്രോൾ വണ്ടി നമ്മൾ ലെസ് യൂസ് ആണല്ലോ വരുള്ളൂ. 2009 ആണല്ലേ? എൻ്റെ അമ്മോ, ഇത് 2009 ആണെന്നൊക്കെ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അത്രയ്ക്കും നീറ്റാണ് കേട്ടോ. ഇതെനിക്കൊന്ന് ഫുൾ ഓപ്ഷൻ ആണെന്ന് തോന്നല്ലോ. ഫുൾ ഓപ്ഷൻ ആണ്. എല്ലാവിധ ഫീച്ചേഴ്സും വരും. അലോയ് വീലും ഒരുവിധം എല്ലാ സാധനങ്ങളും വരും. നല്ല ക്വാളിറ്റിയുള്ള ഇൻറ്റീരിയറും ക്വാളിറ്റിയുള്ള ടയറും ഉണ്ട് കേട്ടോ. നല്ല വൃത്തിയാണ് ഇൻറ്റീരിയറൊക്കെ, ഒരു കുറ്റവും പറയാനില്ല. ഇത് കിലോമീറ്റർ എത്രയാ? 1,05,000 കിലോമീറ്റർ. 1.5 ഓടിയിട്ടുണ്ട് അല്ലേ? എന്നിട്ടാണ് ഈ വൃത്തി. 1.5 ഓടിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ പ്രോപ്പർ ഇരിങ്ങാലക്കുട വണ്ടിയാണ് അല്ലേ? അപ്പൊ നിങ്ങളൊക്കെ ഇവിടെ കാണുന്ന വണ്ടിയായിരിക്കും. ഓക്കെ, പിന്നെ വേറെ എന്തെങ്കിലും അപാകത പറയാനുണ്ടോ? ഒന്നും മാറിയില്ല. മെയിൻ ഗ്ലാസ് പോലും മാറിയിട്ടില്ല കേട്ടോ. വേറെ തട്ടുമുട്ട് പ്രശ്നങ്ങളില്ല. ഞാൻ ഇതൊരു 3 വർഷം മുമ്പ് കൊടുത്ത വണ്ടി തന്നെയാണ്. അവരിപ്പോ UK പോയിപ്പോ വീണ്ടും കൊടുക്കാനായിട്ട് ഞാൻ ഏൽപ്പിച്ചാണ്. ഓക്കെ, നമുക്കൊരു 12-13 മൈലേജ് പ്രതീക്ഷ. മാക്സിമം 12-13. അത് മാക്സിമം ഒരു ഹൈവേയിലൊക്കെയാണ് ഈ 13-14 കിട്ടുള്ളൂ. ഒരു പ്രീമിയം വണ്ടി കൊണ്ടുനടക്കുന്ന പോലെ കൊണ്ടുനടക്കാം. പിന്നെ വിലയും കുറവാണ്. പെട്രോൾ ലെസ്. അത് കുറഞ്ഞ ഓട്ടോ ഉള്ളവർക്കൊക്കെ കണ്ണും പൂട്ടി വാങ്ങിക്കാട്ടെ. കാരണം ടൊയോട്ടയുടെ വണ്ടിയാണ്, ഒരു കംപ്ലൈന്റും വരില്ല. നല്ല വെയിലുണ്ട്. ഈ ഒരു ഭാഗത്തേക്കാണ് വെയിലടിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും കാണുന്നതിൻ്റെ, അതായത് നമ്മൾ കാണിക്കുന്നതിൽ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ചേട്ടനെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഈ നമ്പർ ഞാൻ വീഡിയോയുടെ മേലഭാഗത്ത് എഴുതിയിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലും ഉണ്ട്. കോൺടാക്ട് ചെയ്തിട്ട് ഏതെങ്കിലും വണ്ടിൻ്റെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരും.
ചേട്ടാ നമ്മുടെ എക്സാക്ട് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്തോ. നമ്മുടെ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് റോഡ് ജംഗ്ഷൻ, അതായത് തൃശ്ശൂർ ജില്ല ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് റോഡ് ജംഗ്ഷനിൽ തന്നെ മെയിൻ റോഡിലാണല്ലേ. ഓക്കെ, അപ്പൊ ഇവിടെയുള്ള ക്രൈസ്റ്റ് കോളേജ് ഒക്കെ ആ ഒരു ഇവിടെ എത്തുമ്പോൾ ആ ഒരു തിരക്കും ആരോട് വന്ന് ചോദിച്ചാലും അറിയും ചെയ്യും, കാരണം അത്രയധികം വർഷമായിട്ടുണ്ട്. അതെ അതെ, ആ കറക്റ്റ് ആ 4 കൂടി ജംഗ്ഷനിൽ തന്നെയാണ് ഇവരുടെ ഷോറൂം ഇരിക്കുന്നത്. അത് എങ്ങനെ വന്നാലും നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ എന്തായാലും നോക്കിക്കോളൂ. ഇതിന്റെ വില പറഞ്ഞില്ലല്ലോ, ഇത് 2,25,000 രൂപ. 2,25,000. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു അൾട്ടോന്റെ പൈസക്ക് ഒരു സെഡാൻ വണ്ടി ഇത്രയും വലിയ വണ്ടി കിട്ടും കേട്ടോ. ഏകദേശം ഒരു 5-6 കിലോമീറ്റർ മൈലേജ് അതിനെ സംബന്ധിച്ച് കുറവാന്നേ ഉള്ളൂ, വേറെ ഒരു കുഴപ്പമില്ല. അത്രയും പ്രീമിയം വണ്ടി ആർക്കെങ്കിലും വേണമെങ്കിൽ നോക്കിക്കോളൂ. ഇനി ഇതാണെങ്കിലോ 2014 മോഡല്. ഇത് 14 മോഡല് സ്വിഫ്റ്റ് അല്ലേ? 2014 12 മാസം വണ്ടി. 12 മാസമാണ്. ഓക്കെ, അപ്പൊ ഓൾമോസ്റ്റ് 15 എന്നൊക്കെ വേണമെങ്കിൽ പറയാം. 31-12 2014 വണ്ടി. 14 ആണല്ലേ. ഓക്കെ, ഇത് പെട്രോൾ ആണോ? പെട്രോൾ VXI. പക്ഷെ അലോയ് വീൽസ് സെപ്പറേറ്റ് ചെയ്ത് ഏകദേശം 99% 4 ടയറും ഉണ്ട്. 4 ടയറുണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ അല്ലേ. അപ്പൊ ഏകദേശം ഇപ്പൊ കാണിക്കുന്ന ഈ എപ്പിസോഡിൽ കാണിച്ചത് എല്ലാം സിംഗിൾ ഓണർ ആണ് ഇതുവരെ കാണിച്ചത്. ഇത് ഓട്ടോക്ക് എത്രയാ? ഇത് 1 ലക്ഷം ഫുള്ള് കമ്പനി സർവീസ്. 1 ലക്ഷം അല്ലേ. പെട്രോൾ ആണ് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒരു 14-15 കിലോമീറ്റർ മൈലേജ് ഇതിനും കിട്ടുള്ളൂ. ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ നീറ്റ് ആണ്. ഒട്ടുമിക്ക ഫീച്ചേഴ്സ് എല്ലാം 15 മിനിമം കിട്ടും. ഇത് കെ സീരീസ് എഞ്ചിൻ ആണല്ലോ, മിനിമം കിട്ടും. 1.2 അല്ലേ വരുന്നത്? 1.2 ആയാലും എഞ്ചിനിൽ കെ സീരീസിൽ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും 15 മിനിമം കിട്ടും. മൈലേജ് കുറച്ചുകൂടി കൂടുതൽ കിട്ടും. അടിപൊളി. അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. ഇത് വേറെ ഒരു ഭാഗത്തേ ഇല്ലല്ലോ അല്ലേ? ഒന്നും റീപ്ലേസ് ചെയ്ത് ക്ലീൻ വണ്ടി. ഓക്കെ, എന്താ വില വരുന്നത്? ഇത് 4,25,000 രൂപ. 4,25,000. 2014 വണ്ടിയാണ്, പെട്രോൾ ആണ്, ക്ലീൻ വണ്ടിയാണ്. ബോഡി വൈസ് ഒന്നും ഞാൻ പറഞ്ഞല്ലോ, ഒരു പോറൽ പോലും ഇല്ല. നിങ്ങൾ വന്ന് നോക്കിക്കോളൂ. പ്രൈസ് നെഗോഷ്യബിൾ ആവുമോ? ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം അല്ലേ. ഒരു ലോൺ എത്ര വരെ? ഇതിന് 3,50,000 രൂപ ലോൺ കിട്ടും. ഉറപ്പായിട്ടും മിനിമം കിട്ടും. അത് ബാക്കിയുള്ളത് നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അതായത് ഏറ്റവും കുറഞ്ഞ ലോൺ എമൗണ്ട് ആണ് ഞാൻ ഈ പറയുന്നത്. ബാക്കിയുള്ള ഫുൾ പൈസ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, അതായത് ഈ 14 വണ്ടി നമ്മൾ 4 ലക്ഷം രൂപ വരെ ലോൺ കൊടുത്തിട്ടുണ്ട്. അത് പാർട്ടിയുടെ ട്രാക്ക് അനുസരിച്ച്. അതെ അതെ, അതായത് ഓരോരുത്തരുടെയും സിബിലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ആ ലോൺ കിട്ടുള്ളൂ എന്തായാലും. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ ഇത്രയും ഭാഗത്ത് കാണുന്ന കുറച്ച് പ്രൈസ് കൂടിയ വണ്ടികളാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. കൂടിയതെന്ന് പറയാൻ പറ്റില്ല, എന്തായാലും ഒരു മിഡ് റേഞ്ച് വണ്ടികൾ അല്ലേ. ഇതിനേക്കാൾ ഒരുപാട് ലോ ബഡ്ജറ്റിലുള്ള വേറെ കുറേ വണ്ടികളിലൂടെ കിടക്കുന്നുണ്ട്. അത് ഞാൻ അടുത്തൊരു എപ്പിസോഡിൽ കാണിച്ചു തരും. ആ എപ്പിസോഡ് കാണാൻ ഒരു കാരണവശാലും മറന്നു പോകരുത്. ഇതിലും വില കുറച്ചുള്ള കുറേയധികം വണ്ടികളുണ്ട്. പിന്നെ 4,25,000 4 ലക്ഷം രൂപ വരെ ലോണും കിട്ടും അല്ലേ. ഏകദേശം ഒരു 50,000 രൂപയൊക്കെ കയ്യിൽ വെച്ച് വന്നാൽ നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാം നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ച്. ഇനി ഒരു കുറച്ച് പഴയ മോഡലുള്ളൊരു സ്വിഫ്റ്റ് കാണിച്ചു കൊടുത്താലോ? ഇതേതാ? 2009 മോഡൽ ഡിസയർ ആണല്ലേ. ഡീസൽ ആണോ ഇത്? പെട്രോൾ തന്നെ. VXI തന്നെയാണല്ലേ. ഓക്കെ, ഇത് ശരിക്കും ഓട്ടോക്ക് എത്രയാ? ഇത് 1,10,000 കിലോമീറ്റർ ഓടി. 2009 ആണെങ്കിലും. 2009. പക്ഷെ 9 ആണെന്ന് ഇത് കണ്ടാ പറയില്ല കേട്ടോ. വണ്ടി നല്ല നീറ്റ് വണ്ടിയാണ്. സെക്കൻഡ് ഓണർ ആണല്ലേ. ഈ എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ക്ലീൻ വണ്ടിയാണല്ലേ. ഓക്കെ, ഇതിലിപ്പോ എന്തെങ്കിലും കാര്യമായ റീപ്ലേസ്മെന്റ് ഉണ്ടാവുമോ നിലവിൽ? ഇല്ല, റീപ്ലേസ് ഒന്നും ചെയ്തിട്ടില്ല. സെക്കൻഡ് ഓണർ. കാരണം ഈ ഹെഡ്ലൈറ്റ് ഒക്കെ ഈ കളർ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ പോളിഷ് ചെയ്യുമ്പോൾ ഒന്നും കൂടി പഫ് ചെയ്തെടുക്കണതാണ്. അത്രേ ഉള്ളൂ. അത് ഒറിജിനൽ കമ്പനി ഹെഡ്ലൈറ്റ് ആകുമ്പോഴാണ് ഇങ്ങനെ കിട്ടുള്ളൂ. നേരെ മറിച്ച് ഇത് മാറ്റിയതാണെന്ന് ഇതേപോലെ കിട്ടില്ല. ഇങ്ങനെ ബഫ് ചെയ്തെടുക്കാൻ പറ്റില്ല. അടിപൊളി. അപ്പൊ എന്തായാലും ഇതൊക്കെ ഒറിജിനൽ സാധനമാണ്. ഇതൊന്നും കണ്ടിട്ട് മാറ്റിയതെന്ന് ആരും വിചാരിക്കേണ്ട. 2009 ഇത്രയും വൃത്തിയുള്ള വണ്ടികൾ ഉണ്ടപ്പോൾ. നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. VXI ആയതുകൊണ്ട് ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 2,15,000 രൂപ. 2,15,000. അത് നെഗോഷ്യബിൾ ആവുമോ? ചെറുതായിട്ട് ചെയ്യാം അല്ലേ. ലോൺ കയറുമോ? 9,000 ഉണ്ട്. ഒരു 1 ലക്ഷം രൂപ ലോൺ കൊടുക്കാം. ഐസായിട്ട് ഫിനാൻസ് പോലത്തെ ഫിനാൻസ്. സേട്ടും ആണെങ്കിൽ ദയവ് ചെയ്ത് ആരും എടുക്കാതിരിക്കുക. പിന്നെ മാക്സിമം പ്രൊമോട്ട് ചെയ്യില്ല. പിന്നെ ഈ ലോ ബഡ്ജറ്റ് വണ്ടി ആണെങ്കിലും അത് വാങ്ങിക്കണം എന്ന് ആഗ്രഹമുള്ളവരും പൈസ ഇല്ലാത്തവരും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ശ്രീറാം പോലുള്ള പ്രൈവറ്റ് പോലും കിട്ടൂല അല്ലേ. ഇങ്ങനത്തെ ഫിനാൻസുകളെ കിട്ടുള്ളൂ. ഇപ്പൊ 2011 തൊട്ടായി ലോൺ കൊടുക്കല് എല്ലാ ഫിനാൻസുകളും അല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊന്ന് നോക്കിക്കോളൂ കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. സേട്ട് ഫിനാൻസ് മാക്സിമം എടുക്കാതിരിക്കുക. റെഡി ക്യാഷ് ആണെങ്കിൽ മാക്സിമം കുറച്ചും തരും കേട്ടോ. എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഏതൊരാൾക്കും ഒരു ഫാമിലിയിലേക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയല്ലേ ചേട്ടാ ഇയോൺ. അതായത് നല്ല മൈലേജ്, വളരെ കുറഞ്ഞ മെയിൻ്റനൻസ്, എല്ലാം കൊണ്ടും നല്ലൊരു വണ്ടി. മെയിൻ്റനൻസ് ആയാലും ചെറിയൊരു പൈസ മാത്രമേ വരുള്ളൂ. അതെ. ഇത് ഏതാ മോഡലൊക്കെ? ഇത് 2014 എത്ര ഓടിയിട്ടുണ്ട്? 70,000 കിലോമീറ്റർ. 70 ഓടി അല്ലേ. ശരിക്കും ഇത് 14 അതെ. ഇത് 14 ആണെന്ന് പറഞ്ഞാലല്ലാണ്ട് സിംഗിൾ ഓണർ വണ്ടി ഒരു കാരണവശാലും മനസ്സിലാവില്ല. ഒന്ന് ആലോചിക്കണ്ട. ഇപ്പൊ ഈ എപ്പിസോഡിൽ നമ്മൾ ഇത്രയും സമയം കാണിച്ച എല്ലാ വണ്ടിയും സിംഗിൾ ഓണർ ആണ്.
ഇതും സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണർ വണ്ടി. 70,000 കറക്റ്റ് ഹിസ്റ്ററി കിട്ടുമല്ലോ അല്ലേ? 70,000 68,000 കിലോമീറ്റർ വരെ അത് ചെയ്തിട്ടുണ്ട് 2 മാസങ്ങൾക്ക് മുമ്പ് അല്ലേ? അടിപൊളി. അതുപോലെ തന്നെ ഇന്റീരിയർ ഒക്കെ നല്ല ക്ലീൻ ആണ്. ഇത് ഇറാ പ്ലസ് ഏതായത്? ഇറാ പ്ലസ് അല്ലേ? AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ ഇല്ല, ഇത് പവർ വിൻഡോ വരുന്നില്ല അല്ലേ? ഇത് ഡെൽറ്റ പ്ലസ്. ഓക്കെ, അത് വേറൊരു ഇയോണും കൂടി ഇവിടെ ഉണ്ട്, അതുകൊണ്ടാട്ടോ മാറിപ്പോയതാണ്. 4 കാലത്ത് പോയല്ലേ? ഓക്കെ, ഇത് ഡെൽറ്റ പ്ലസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പവർ വിൻഡോസ് ഇല്ല, AC പവർ സ്റ്റിയറിംഗ് ഉണ്ട്, സെൻട്രൽ ലോക്ക്, റിമോട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ബേസിക് എല്ലാം ഉണ്ട് അല്ലേ? പിന്നെ ടയർ ഭാഗങ്ങളാണെങ്കിലും ഏകദേശം ഒരു 70% ടയറും ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് എത്രയ്ക്ക് കൊടുക്കാൻ പറ്റും? ഇത് നമുക്കൊരു 190 കൊടുക്കാം. 190. 2014 വണ്ടിയാണ്. എത്രയും നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി, സിംഗിൾ ഓണർ, 70,000 കിലോമീറ്റർ, പ്രോപ്പർ ഹിസ്റ്ററി ഉള്ള വണ്ടി കേട്ടോ. 190. ലോൺ കയറുമോ? ഇത് 1.5 ലക്ഷം രൂപ ലോൺ കിട്ടും. ഓക്കെ, അപ്പോൾ വളരെ ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഒരു വണ്ടി എടുക്കണം, അത് നല്ല വൃത്തിയുള്ള വണ്ടി ആയിരിക്കണം, മെയിൻ്റെനൻസ് കുറഞ്ഞ വണ്ടി ആയിരിക്കണമെങ്കിൽ ഒന്നും ആലോചിക്കേണ്ടതാ, ഇത് നോക്കിക്കോട്ടോ. 1.5 ലക്ഷം രൂപ ലോണും കിട്ടും, 190 വണ്ടിക്ക് വിലയുള്ളൂ. അതുപോലെ തന്നെ നല്ലൊരു ടിയാഗോ, അതായത് ഈ ടിയാഗോന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ ഒരു കാറ്റഗറിയിൽ ഇപ്പോൾ ആൾക്കാർ എടുക്കുന്ന ഒരു വണ്ടിയാണ് ടിയാഗോ. ഇത് ഏതാ മോഡലൊക്കെ? 2017 വണ്ടി. 17 ആണല്ലേ? 17 ഇത് ഏതാ വേരിയന്റ്? ഇത് എക്സെഡ് എന്ന് പറഞ്ഞ അന്നത്തെ ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ. അന്ന് എക്സെഡ് ടോപ്പ് എൻഡ് അതെ അല്ലേ? ഓക്കെ, അത് കഴിഞ്ഞാൽ തോന്നുന്നു എക്സെഡ് പ്ലസ് വന്നത് അല്ലേ? 17 ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ. 2019 തൊട്ട് പ്ലസ് വന്നു. അതെ. ഇത് പിന്നെ സിംഗിൾ ഓണർ ആണോ? സിംഗിൾ ഓണർ ആണ്. ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും വരും. ഇത് പെട്രോൾ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം മൈലേജ് ഉണ്ട്. പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത് ടാറ്റയുടെ ബോഡി ക്വാളിറ്റി തന്നെയാണ്. പിന്നെ 73,000 കിലോമീറ്റർ ഫുള്ള് സർവീസ് ഉള്ള വണ്ടി, ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. അടിപൊളി. പിന്നെ ബാക്കി ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. നല്ല വൃത്തിയുള്ള ഇന്റീരിയർ ഒക്കെയാണ്. പഴയ ഷേപ്പാണ് കേട്ടോ, അത് അന്ന് വന്ന ഷേപ്പാണ്. അതുപോലെ തന്നെ അലോയ് വീൽസ് അടക്കം വരുന്നുണ്ട്. ടയർ ഭാഗങ്ങളും ഏകദേശം 90% ഉണ്ട്. കമ്പനി വരുന്നത്. അതെ. വേറെ ഒരോ ഭാഗത്തെ ഇല്ലല്ലോ, ഒന്നും റീപ്ലേസ് ചെയ്തിട്ടില്ല. ക്ലീൻ വണ്ടിയാണ് കേട്ടോ. അതായത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്രയും വൃത്തിയുള്ള ഒരു വണ്ടി സിംഗിൾ ഓണർ നോക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഇതിന്റെ വിലയും കൂടി ഒന്ന് കേൾക്കട്ടെ. ഇത് 3,70,000 രൂപ. 370. 2017 വണ്ടിയാണ് നിങ്ങൾ ആലോചിക്കണം കേട്ടോ. അതായത് 2016 സ്വിഫ്റ്റ് പോലും നിങ്ങൾക്ക് ഈ വിലക്ക് കിട്ടൂല. അപ്പോഴാണ് 17 ടിയാഗോ കിട്ടുന്നത്. അത് മാത്രമല്ല എന്തുകൊണ്ടും സ്വിഫ്റ്റിനേക്കാളും നല്ല വണ്ടി, ഹൈ ക്വാളിറ്റിയാണ്. അതാ ഞാൻ പറയുന്നത്, ഇത്രയും വൃത്തിയുള്ള ഒരു വണ്ടിയാണ് അല്ലേ? അതായത് ഒരു ടച്ചിങ് അടക്കം മേജറായിട്ട് ഒന്നും കയറിയിട്ടില്ല. പിന്നെ ചെറിയ ബമ്പർ സ്റ്റാച്ചും കാര്യങ്ങളൊക്കെ സ്വാഭാവികമാണെന്ന് ഞാൻ പറഞ്ഞു. ഏകദേശം ഒരു 15-16 മൈലേജ് കിട്ടും. 5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. മെയിൻ സംഭവം അല്ലേ? ഒരിടിയൊന്നും ഏക്കൂല. പിന്നെ ലോൺ എത്ര കയറും? ഇതൊക്കെ ഏകദേശം ഒരു 3.50-3.25 ഇടയിലൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലേ? അത് പ്രൊഫൈൽ അനുസരിച്ചാണ്. അപ്പോൾ ഏകദേശം ഒരു 10-25,000 രൂപ കൊണ്ട് വന്നാൽ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി കൊണ്ടുപോകാം. അതും ഇത്രയും ക്വാളിറ്റി ഉള്ള വണ്ടി വെറും 25,000 രൂപ മതി കേട്ടോ. അതുപോലെ തന്നെ ഇനി വാഗണർ ആണെങ്കിലോ? 2011 മോഡൽ. 11. ഇതിപ്പോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇയോന്റെ കാര്യം പറഞ്ഞ പോലെയാ. ആരെങ്കിലും ഒരാൾ വണ്ടി എടുക്കാനൊക്കെ ആഗ്രഹിക്കുമ്പോൾ ഫസ്റ്റ് പറ്റിയ നല്ലൊരു വണ്ടി. അതെ, ഇത് ശരിക്കും ഒരു ഫാമിലി കാറാണ്. ഇത് ശരിക്കും 11 VXI ആണോ? LXI ഇതിൽ പവർ വിൻഡോസ് വരും. ബാക്കിലും ഉണ്ടോ? ഇല്ല, 2 ഡോർ. അതെ, 2 ഡോർ വിൻഡോ ഉള്ളൂ. VXI 4 ഡോർ വരും. 4 ഡോർ വരും. പിന്നെ മിറർ അഡ്ജസ്റ്റ്മെന്റ് വരും. അതെ. പക്ഷെ ഇന്റീരിയർ നല്ല സീറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ചെറിയ മ്യൂസിക് സിസ്റ്റം അതിന്റെ അകത്ത് ഉണ്ട്. വർക്കിംഗ് ആണല്ലോ അല്ലേ? ഓക്കെ, ടയർ ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഏകദേശം 90% തന്നെ ടയർ ഉണ്ട് ഫ്രണ്ടില്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ ചേട്ടാ? ഇല്ല. സിംഗിൾ ഓണർ ആണോ? സെക്കൻഡ് ആണല്ലേ? അപ്പൊ ആദ്യമായിട്ടൊരു സെക്കൻഡ് ഓണർ വണ്ടിയുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നല്ല വൃത്തിയാണ് കേട്ടോ. 11 ആണെങ്കിലും നല്ല ക്ലീൻ വണ്ടിയാണ്. ഒരു പോറൽ പോലും നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റില്ല. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? നമുക്ക് 2,30,000 രൂപ. 2.30. 11 കുറയാനുണ്ടോ പ്രൈസ്? ചെറുതായിട്ട് എന്തെങ്കിലും, അതായത് മാക്സിമം നമ്മൾ മുട്ടിച്ചിട്ടാണ് ഈ വീഡിയോയിലും എല്ലാം പറയുന്നത്. കാരണം അതിന്റെ ആ റേറ്റിന്റെ ഇതിൽ തന്നെ നമുക്ക് ഒരുപാട് ബിസിനസ് നമുക്ക് വരുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും 2,30,000 രൂപ 2011 വണ്ടി. കിലോമീറ്റർ എത്രയാണെന്ന് പറഞ്ഞാൽ? ഇത് 82,000 കിലോമീറ്റർ. ജെനുവിൻ ആയിരിക്കും അല്ലേ? ജെനുവിൻ ആവും. ഇത് പെട്രോൾ അല്ലേ, അതിന് നോക്കുമല്ലോ. എന്തായാലും നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മാത്രം വണ്ടി തന്നെയാണ്. കൊടുത്ത വണ്ടി തന്നെ KL45. അതെ. എന്തായാലും നോക്കിക്കോളൂ. 2,15,000 രൂപയ്ക്ക് കൊണ്ടുപോകാം. ഈ ഒരു i20ന്റെ വില നിങ്ങളെ ശരിക്കും ഞെട്ടിക്കും കേട്ടോ. അതായത് അത്രയ്ക്കും ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി. ഇത് ചേട്ടാ ഏതാ മോഡല്? 2014 ലാസ്റ്റ് വണ്ടിയാണ്. 14 ലാസ്റ്റ് ആണല്ലേ? 12 മാസം വണ്ടിയാണ്. പെട്രോൾ അല്ലേ? പെട്രോൾ വണ്ടിയാണ്. i20 ആണ് കേട്ടോ. i20ന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്, പിന്നെ ഇത് ആസ്റ്റയാണോ? ഇത് സ്പോർട്സ് ആണെങ്കിലും ആസ്റ്റയുടെ ഓപ്ഷൻ വരുന്നുണ്ട്. അതായത് സ്പോർട്സ് ഓപ്ഷനിൽ ഉള്ളതായിരിക്കും അല്ലേ? ഓക്കെ, അതായത് കീലസ് എൻട്രിയും ബട്ടൺ സ്റ്റാർട്ടും വരുന്നുണ്ട്. അതുപോലെ തന്നെ
പിന്നെ അലോയ് വീൽസ് എല്ലാ സാധനവും ഉണ്ടല്ലേ? കമ്പനി വരുന്നതാണ്. പിന്നെ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ? ഒന്നുമില്ല. സിംഗിൾ ഓണർ വണ്ടി, ഫുള്ള് കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടി. എത്ര ഓടിയിട്ടുണ്ട് ഇത്? 72,000 കിലോമീറ്റർ ഫുള്ള് സർവീസ് ഉള്ള വണ്ടി. സർവീസ് ഉണ്ടല്ലേ? ഈ 72,000ന്റെ ഇനി അടുത്ത 80,000 കിലോമീറ്റർ സർവീസ് ചെയ്യണ്ടുള്ളൂ അല്ലേ? ഒരു 8,000 കിലോമീറ്റർ കൊണ്ടുപോയാൽ ഒന്നും ചെയ്യണ്ട. ഓയിൽ സർവീസ് ഇറങ്ങാൻ ചെയ്യേണ്ട ആവശ്യമില്ല. പെട്രോൾ അടിക്കുക, ഓടുക, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ ടയർ ഭാഗങ്ങളും 90% ടയർ ഉണ്ട്. കറക്റ്റ് പറഞ്ഞു കൊടുക്കാൻ പറ്റും. കാരണം ഡയറക്റ്റ് ഓണറുടെ നമ്മൾ മേടിച്ചത്. അതിന്റെ ഇടയിൽ ഒരു മീഡിയേറ്റർ ഇല്ലാണ്ട് നമ്മൾ വാങ്ങിച്ചു വേണ്ടി. അതെ. അപ്പൊ എന്തായാലും വേറെ ഉടായ്പൊന്നും ഇല്ലാന്നർത്ഥം. അത്രയ്ക്കും ക്ലീൻ ഇത് നിങ്ങൾ വന്ന് കണ്ടാൽ മനസ്സിലാവും. അത്രയ്ക്കും നീറ്റാണ്. ഞാനത് എടുത്തെടുത്ത് പറയുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അതിന്റെ വൃത്തി കാണുമ്പോൾ. പിന്നെ നമുക്ക് ഇതിന്റെ പ്രൈസും കൂടി എന്ന് പറഞ്ഞാലോ? ഇത് നമുക്ക് 4,50,000 രൂപ. 4.5 ലക്ഷം രൂപയ്ക്ക്. അതായത് ഇത്രയും ക്ലീൻ വണ്ടി നിങ്ങൾക്ക് 4.5 ലക്ഷം രൂപയ്ക്ക് കിട്ടും. 2014 വണ്ടി. പെട്രോൾ ആണ്. ഏകദേശം ഒരു 12 മുതൽ 15 വരെ മൈലേജും കിട്ടും. കാര്യമായ ഒരു കംപ്ലൈന്റ് ഉണ്ടാവില്ല. ആക്സിഡന്റോ ഒന്നും ഇല്ലാത്ത വണ്ടി. നീറ്റ് വണ്ടി. ചെറിയ ചെറിയ ടച്ചപ്പ് ബമ്പർ സൈഡിലൊക്കെ ഉണ്ടെന്നുള്ള അല്ലാണ്ട് വേറെ ഒരു പ്രശ്നമില്ല. ഇതാരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. അത് ഞാൻ നിർബന്ധമായിട്ടും പറയും. ആരെങ്കിലും എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വേഗം നോക്കിക്കോളൂ കേട്ടോ. ഇവിടെ ആയിട്ട് ഒരു നല്ല അടിപൊളി കിയയും കൂടി കാണിച്ചു തരാം ചേട്ടാ. എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ളതിൽ ഏറ്റവും വില കൂടിയ വണ്ടി ഇതാണ്. ഇത് ശരിക്കും ഏതാ മോഡലൊക്കെ? ഇത് 2020 മോഡല്. 20 ആണ്. എനിക്ക് തോന്നുന്നു ഡീസലാണോ ഇത്? ഡീസല്. സൺറൂഫ് വരുന്ന ഓട്ടോമാറ്റിക് വണ്ടി. അതായത് അന്നത്തെ ഏറ്റവും ടോപ്പിന്റെ വണ്ടിയാണ് കേട്ടോ. ഏറ്റവും ടോപ്പിന്റെ വണ്ടി. അതെ. അതായത് പിന്നെ സീറ്റ് വെന്റിലേഷൻ അടക്കം വരില്ലേ? എല്ലാം വരും. സീറ്റ് വെന്റിലേഷൻ വരും, സൺറൂഫ് വരും, അലോയ് വീൽസ് വരും. പിന്നെ അതില്ലാത്ത സംഗതികളൊന്നുമില്ല. 2020 ഡീസൽ ഓട്ടോമാറ്റിക്കല് ഏറ്റവും ഫുൾ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ചത് എന്തൊക്കെ ഉണ്ടെന്നുള്ളത്. ഇത് എത്ര ഓടിയുണ്ട്? ഇത് 72,000 കിലോമീറ്റർ ഫുള്ള് സർവീസ് ഉള്ള വണ്ടി. 72 സിംഗിൾ ഓണർ ആണ്. ഈ 72 ഓടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്ര വലിയൊരു ഓട്ടമായിട്ട് കാണണ്ട. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മൈലേജ് ഒക്കെ ഉള്ളതുകൊണ്ട് ഓടിച്ചു. അതെ. പിന്നെ നമുക്കിത് എന്തെങ്കിലും തരത്തിലുള്ള റീപ്ലേസ്മെന്റ് ഇല്ല, ഫുള്ള് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. അതെ അല്ലേ? ടയർ ഭാഗങ്ങളും എനിക്ക് തോന്നുന്നു സെക്കൻഡ് ടയർ ആണ്. 90% തന്നെ ടയർ ഉണ്ട് കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഇന്റീരിയർ ആണ്. ഒരു പ്രശ്നമില്ലാത്ത ക്ലീൻ വണ്ടി. ഇത് നമുക്ക് എന്താ പ്രൈസ്? ഇത് നമുക്ക് 16,25,000 രൂപ കൊടുക്കും. 16-25. ഇത് പുതിയ എന്ത് വില ഉണ്ടെന്ന് പറയും? ഇപ്പം ഇത് 24 സംതിങ് വരുന്നുണ്ടാവും അല്ലേ? അപ്പൊ അന്ന് ഇറങ്ങിയപ്പോ എന്തായാലും ഒരു 22 രൂപ, എന്തായാലും 23 രൂപയൊക്കെ ഇതിൽ ബില്ലിറക്കം കാണുന്നുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ ഏകദേശം നല്ലൊരു പൈസ ഡിപ്രീസിയേഷനിൽ ഈ വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഏറ്റവും ഫുൾ ഓപ്ഷൻ ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് കേട്ടോ. ആർക്കെങ്കിലും വേണ്ടി നോക്കിയാൽ 16-25. നമുക്ക് ലോൺ എത്ര കയറും? ഇതിനൊക്കെ ഒരു 14 രൂപ 15 രൂപ ഇടയിലൊക്കെ നമുക്ക് കയറും അല്ലേ? ഏകദേശം ഒരു 1.5-2 ലക്ഷം രൂപ നിങ്ങൾ കാണണം ഇതൊക്കെ എടുക്കണമെങ്കിൽ. അതും അത്രയും പുതിയ വണ്ടി, ഏറ്റവും ഫുൾ ഓപ്ഷനും കൂടിയാണ്. നോക്കിക്കോട്ടെ. ഇതാരെങ്കിലും നോക്കുന്നുണ്ട്. ഡീസൽ ഓട്ടോമാറ്റിക് ഇപ്പോൾ ഭയങ്കര ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, കിട്ടാനില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. എന്തായാലും നോക്കിക്കോളൂ. ഇനി ആ സെയിം ക്വാളിറ്റിയിലുള്ള ഒരു XUV, ഇത് ഏതാ മോഡല്? ഇത് 2019. 19 ഇത്? ഇത് 2019 അല്ലേ? 16-12-2019. അതെ. അതായത് 12-ാം മാസം ഡിസംബർ 19. ന്യൂ ഷേപ്പ് വണ്ടി. ഇത് ന്യൂ ഷേപ്പ് ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതാ മറ്റേ 12-ലൊക്കെ വന്ന ഒരു ഹെഡ്ലൈറ്റ് ഒക്കെ പോലെ ഇല്ലേ? 12-ൽ ഇതേപോലെ അല്ല, ഒന്നും കൂടി ഉള്ളിലേക്ക് വലിഞ്ഞിട്ട് ഒരു ഇത്തിരി കൂടി വൈഡ് ആയിട്ട് നിൽക്കണം. ശരിക്കും ഇതിൽ വേറൊരു DRL ഒക്കെ വരില്ലേ ഇതില്? 19 ഇതാണ് വരുന്നത്. 2 ഷേപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. ഒരു ഇങ്ങനെ വളഞ്ഞിട്ടുള്ള ഒരു DRL ഒക്കെ 19 ശരിക്കും പറഞ്ഞ ന്യൂ ഷേപ്പ് വണ്ടി. അതെ അല്ലേ? ഞാൻ ഓർത്തത് കുറച്ചൊരു പഴയ മോഡലാണ്. ഓക്കെ. അപ്പൊ എന്തായാലും 2019 ആണ്. പക്ഷെ ഇതിന്റെ ഇന്റീരിയർ ഒരു രക്ഷയില്ല കേട്ടോ. ആ സീറ്റ് കവറൊക്കെ അടിപൊളിയാണ്. ഇത് ഓട്ടോ ഒക്കെ എത്രയാ? ഇത് 82,000 കിലോമീറ്റർ. 82,000 ഫുള്ള് സർവീസ്, കൊടുങ്ങല്ലൂർ രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർ വണ്ടിയായിരുന്നു. ഇപ്പോ എന്റെ പേരിലേക്ക് മാറിയിട്ടുണ്ടല്ലേ? അതായത് നമുക്ക് മാറാണ്ട് തരില്ല എന്ന് പറഞ്ഞപ്പോ നമ്മുടെ പേരിലേക്ക് തന്നെ മാറിയിട്ടുണ്ടല്ലേ? ഓക്കെ. അതുപോലെ തന്നെ ഇത് ഏതാ വേരിയന്റ്? W7 ആണ്. അതായത് ഒരു മിഡിൽ ഓപ്ഷൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന സാധനം അല്ലേ? W11 വരെ വരുന്നുണ്ട് ഈ ഒരു വേരിയന്റ്. സൺറൂഫ് ഉണ്ടാവില്ല, അലോയ് വീൽ ഒന്നും ഉണ്ടാവില്ല. ബാക്കി ഇന്റീരിയർ ഒക്കെ ഓപ്ഷൻസ് ഒക്കെ ഏകദേശം സെയിം ആണ് കേട്ടോ. അത്രയ്ക്കും നീറ്റാണ്. ഇതിന്റെ ഇത് കാണുമ്പോൾ തന്നെ അല്ല, പോളിഷ് ഒക്കെ ചെയ്ത് നല്ല കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. ഒരു റീപ്ലേസ്മെന്റും ഇല്ലല്ലോ അല്ലേ? സ്ക്രാച്ചസും ചെറിയതൊക്കെ അല്ലാണ്ട് വേറെ മേജർ ഇത് ടച്ചപ്പ് അടക്കമില്ലാത്ത വണ്ടിയാണ്. അതായത് നമ്മൾ ടച്ച് അടക്കം ചെയ്തില്ല. നൈസ് സ്ക്രാച്ച് ഉണ്ടെങ്കിൽ നമ്മളൊന്നും ചെയ്തിട്ടില്ല. ചെയ്യാനുള്ളത് ഇല്ല. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 10,90,000 രൂപ കൊടുക്കാം. 10,90,000. 10 ലക്ഷം. അതായത് 2019 മോഡൽ ഉണ്ട് കേട്ടോ. 10,90,000 രൂപ ആസ്കിംഗ് പ്രൈസ് ആണോ അതോ ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം? എന്നാലും വരുന്നവർക്ക് നമ്മളെ ഏകദേശം ഈ ചാനലില് റോഡ് മാസ്റ്ററിൽ നമ്മൾ പറയണത് മാക്സിമം വില കുറച്ചിട്ടാണ് പറയണത്. കാരണം
ഈ വീഡിയോ കണ്ടു പറഞ്ഞവര് ഒരു 90% ആൾക്കാരും വെറുതെ വരുന്നവരല്ല, അത് എടുക്കാൻ വരുന്നവരാണ് കൂടുതൽ. അപ്പൊ എന്തായാലും നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചാൽ ഒരുപാട് കസ്റ്റമർ സപ്പോർട്ടാണ് അതെന്തായാലും നമ്മുടെ ഒരുപാട് നന്ദിയുള്ള ആൾക്കാരാണ്. അതെ, ഒരുപാട് സന്തോഷമുള്ള കാര്യം കൂടി. അതും പ്രവാസികളാണ് ഏറ്റവും കൂടുതൽ വന്നിട്ട് വണ്ടി ഓരോരുത്തരെ പറഞ്ഞയച്ചെടുത്തുകൊണ്ടും. അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ, 2019 മോഡൽ ഉണ്ടെന്ന് ആലോചിക്കുക, എന്നിട്ട് മാത്രം റേറ്റ് കമ്പയർ ചെയ്യുക. 10,90,000 രൂപ, ഒരു 10 ലക്ഷം സുഖമായിട്ട് ലോൺ കയറില്ലേ? 10 ലക്ഷം രൂപ ലോൺ കയറൂല്ലേ? 19 മോഡൽ ലോണ്ടാട്ടോ. നിങ്ങൾ നോക്കിക്കോളൂ, ആർക്കെങ്കിലും വേണമെങ്കിൽ നേരെ വന്നോളൂ. ഇതിന്റെ ഇന്റീരിയർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ആ സീറ്റ് കവറൊക്കെ ഒന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ. ചേട്ടാ, അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു എപ്പിസോഡ് അങ്ങ് വൈൻഡപ്പ് ചെയ്തേക്കാം അല്ലേ? അപ്പൊ എന്തായാലും അവസാനത്തെ വണ്ടി ഒരു ഡിസയർ ആണ് കേട്ടോ. അതായത് ഇവിടെ വേറെ കുറച്ചധികം ലോ ബഡ്ജറ്റ് വണ്ടികൾ നിങ്ങളെ കാണിക്കാനുണ്ട്. അപ്പോൾ അത് ഞാൻ എന്തായാലും അടുത്തൊരു എപ്പിസോഡിൽ കാണിച്ചാൽ എപ്പിസോഡ് കാണാൻ മറക്കരുത്. വളരെ വളരെ ലോ ബഡ്ജറ്റിലുള്ള ഒരുപാട് വണ്ടികളുണ്ട്. അപ്പോൾ എന്തായാലും ഡിസൈർ ചെയ്ത മോഡലൊക്കെ ഇത് 2014 മാസം 14-12 മാസം. ഓക്കെ, അതായത് 14 ലാസ്റ്റ് വണ്ടിയാണ് അല്ലേ? VXi ആണോ ഇത്? VXi വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടി. അടിപൊളി. അതായത് നമ്മൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ കാണിച്ചതിൽ ഒറ്റ വണ്ടിയുള്ളൂ സെക്കൻഡ് ഓണർ അല്ലേ? ബാക്കി എല്ലാം സിംഗിൾ ഓണർ ആണ്. ഇത് ഓട്ടോ ഒക്കെ എത്രയാ? 32,000 കിലോമീറ്റർ ഫുള്ള് കമ്പനി സർവീസ്. അത്രയും ലോ കിലോമീറ്റർ വണ്ടി. ഈ 14 32 നമുക്ക് വിശ്വസിക്കാൻ പറ്റും? അവര് പുറത്തുള്ള വണ്ടി, അത് ഫുള്ള് ഹിസ്റ്ററി ഉള്ള വണ്ടി. അതെ അല്ലേ? ഓക്കെ, നല്ല ക്ലീൻ വണ്ടിയാണ്. പിന്നെ പറയേണ്ടത് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 4 പുത്തൻ ടയർ, അതും ഒരു ടച്ചിങ് കയറാത്ത വണ്ടി. അതെ അതെ അതെ. അതായത് ഈ ടയർ ഇട്ടിട്ട് ഓടിയിട്ടില്ലാന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെ പുതിയ ടയർ 4 ഉണ്ട്. ഇതില് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇത് 30,000 ഇപ്പൊ മാറ്റിക്കുന്ന ടയറാണല്ലേ? ടയർ ഒന്നും റീപ്ലേസ് ചെയ്തില്ല. അതെ അതെ അതെ, ഒരു പ്രശ്നവും ഇല്ല, ടച്ചിങ് ഇല്ല, നല്ല ക്ലീൻ വണ്ടി, റീപ്ലേസ് ഇല്ല, ഒന്നുമില്ല. അത്രയും ക്ലീൻ വണ്ടി ഡിസയർ കേട്ടോ. അതും 14 മോഡലാണ്. ഇത് എന്താ നമുക്ക് പ്രൈസ് വരുന്നത്? നമുക്ക് 4,25,000 രൂപ കൊടുക്കും. 4,25,000. ഓക്കെ, 14 മോഡലും ഉണ്ട്. അപ്പൊ എന്തായാലും മോഡലും ലോ കിലോമീറ്ററും സിംഗിൾ ഓണറും. പിന്നെ വണ്ടിയുടെ ക്വാളിറ്റി അനുസരിച്ചാണ്. അതെ, നമ്മൾ ഇത്തിരി ക്വാളിറ്റി ഉള്ള വണ്ടി ആകുമ്പോൾ ഇത്തിരി മാക്സിമം റേറ്റിന് നമ്മൾ എടുക്കും. അതെ അതെ അതെ. അതുകൊണ്ട് തന്നെ ലേശം നിങ്ങൾക്ക് തരുമ്പോഴും പ്രൈസിൽ ഒരു വ്യത്യാസം വരും. പിന്നെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 20,000 രൂപ ടയർ തന്നെ കിടക്കുന്നുണ്ട് ഇതിൽ, 4 പുത്തൻ ടയർ. അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. 4,25,000 അല്ലേ? ഒരു 4 സുഖമായിട്ട് ലോൺ കയറേണ്ട 4 ലക്ഷം രൂപ മിനിമം കിട്ടും, ഏറ്റവും കുറഞ്ഞ് കിട്ടും. പിന്നെ നിങ്ങളുടെ പ്രൊഫൈലൊക്കെ പക്കയാണെങ്കിൽ നിങ്ങളൊന്ന് കൊടുത്തു നോക്കും, നിങ്ങൾക്ക് ചിലപ്പോൾ ഫുൾ ലോണും കിട്ടിയേക്കും അല്ലേ? അപ്പോൾ വളരെ ചെറിയൊരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഒരു വണ്ടി എടുക്കണമെങ്കിൽ ഇതൊന്ന് നോക്കിക്കോളൂ കേട്ടോ. അത്രയും ക്ലീൻ വണ്ടിയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ റോയൽ യൂസ്ഡ് കാർസിൽ ആൽബർട്ട് ഏട്ടൻ്റെ അടുത്ത് നമ്മൾ ഇത്രയും വണ്ടികൾ നിങ്ങൾക്ക് കാണിച്ചു തന്നു കേട്ടോ. അപ്പോൾ ഏതെങ്കിലും വണ്ടീൻ്റെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ ആണെങ്കിൽ ഒന്ന് വാട്സപ്പ് ചെയ്താൽ പോലെ. അതെ, നമ്മളിപ്പോൾ കാണിച്ചതിലൊക്കെ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാത്തായിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അതേപോലെ തന്നെ നമ്മുടെ ഗൾഫിലുള്ള സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഇതിന് മുമ്പൊക്കെ ഇവിടുന്ന് വണ്ടി എടുക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് നടക്കാത്തവരുണ്ടെങ്കിൽ വേഗം കോൺടാക്ട് ചെയ്തോളൂ അല്ലേ? നല്ല ക്ലീൻ കുറച്ച് വണ്ടികളാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചതെല്ലാം തന്നെ. എന്നാൽ പിന്നെ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അടുത്തൊരു എപ്പിസോഡ് എന്തായാലും കാണിക്കണല്ലോ. അതെ, അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു കിടിലൻ എപ്പിസോഡായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും